നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെങ്ങനെ വാൺ ചെയ്യണമെന്ന് നോക്കാം. ഹായ് ദേർ, ദിസ് ഈസ് ഡോക്ടർ ആര്യദേവി. നമ്മുടെ കുട്ടി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണെന്നും എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്നും അവരോട് ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇനിയും അത് അവരെ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് വീണ്ടും അവരത് ചെയ്യുകയാണെങ്കിൽ അതിനൊരു അനന്തരഫലം ഉണ്ടാവുന്ന നമ്മൾ പറയണം. അതായത് അവർക്കൊരു ചാൻസ് കൊടുക്കുന്നത് പോലെയാണ് നമ്മളത് പറയേണ്ടത്. ഇന്നൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുട്ടികൾ ഭിത്തിയിൽ കുത്തി വരയ്ക്കുമ്പോൾ അത് ചെയ്യാൻ പാടില്ലെന്നും അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നും ആദ്യം പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവരുടെ കളിക്കാൻ നമ്മൾ അനുവദിച്ചിരിക്കുന്ന ടൈം അത് നമ്മൾ കട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ നമുക്ക് പ്രതികരിക്കാം. ഇത് കേട്ട് കഴിയുമ്പോൾ കുട്ടികൾ പലപ്പോഴും ആ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല. അപ്പോൾ അവർ വീണ്ടും അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പറയുന്ന കാര്യം, അതായത് കളിക്കാൻ അവർക്ക് ടൈം കൊടുക്കില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ അത് പാലിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അത് നമ്മൾ പാലിക്കുമ്പോൾ അവരോട് ദേഷ്യം കാണിക്കുകയോ വാശി കാണിക്കുകയോ ഒന്നും ചെയ്യാണ്ട് വളരെ കൂളായിട്ട് തന്നെ നമ്മളിത് ചെയ്യണം. ഈ ഒരു രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരുടെ സ്വഭാവത്തിൽ വലിയ രീതിയിലുള്ള നല്ല മാറ്റങ്ങൾ വരുത്താനാകും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇത്തരത്തിൽ വളരെ കൂളായിട്ട് കുട്ടികളെ മാനേജ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. സോ ഇത് നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയും വേണം.